എല്ലാവർക്കും ഇക്കനജി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക് ആരംഭിക്കുന്നതാണ്. അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന അക്കൗണ്ടിങ് ഫോർ നോൺ ട്രേഡ് കൺസേൺസ്. നോൺ ട്രേഡ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് തിയറി പാർട്ടുണ്ട്, അതോടൊപ്പം തന്നെ പ്രോബ്ലം ഏരിയ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ചാനലിനകത്ത് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. ഈ ചാനലിലൂടെ കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം എന്താണ് നോൺ ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നോട്ട് ഫോർ ഏണിംഗ് പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ആർട്ട് ഫോം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ കൾച്ചർ, അല്ലെങ്കിൽ സ്പോർട്സ്, എഡ്യൂക്കേഷൻ, വെൽഫെയർ, ഇതൊക്കെ ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നുള്ളത്. ലാഭം ഉണ്ടാക്കുക എന്നായിരിക്കില്ല പ്രധാന ലക്ഷ്യം എന്നുള്ളത്. ഉദാഹരണത്തിന് മീഡിയ അസോസിയേഷൻസ്, അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, വെൽഫെയർ സൊസൈറ്റികൾ, ലൈബ്രറികൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള പ്രത്യേകത എന്നുള്ളത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ലാഭമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അധിഷ്ഠിതമല്ല. അപ്പോൾ ഇതൊക്കെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ എക്സാമ്പിൾസ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഈ നോൺ ട്രേഡിംഗ് കൺസേൺ തന്നെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടുകളാണ് നമ്മളിന്ന് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പം ഒരു അക്കൗണ്ടിങ് ഇയർ അവസാനിച്ചാൽ തീർച്ചയായിട്ടും നോൺ പ്രോഫിറ്റ് കൺസേൺസും അവരുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ആ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ആ ഫൈനൽ അക്കൗണ്ടിനകത്ത് പ്രധാനമായിട്ടും അതിനകത്ത് വരുന്ന ഫൈനൽ അക്കൗണ്ട്സിനകത്ത് വരുന്നതാണ് ഒന്ന് റെസീപ്റ്റ്, പേയ്മെൻറ്റ് എന്നിവ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. രണ്ടാമത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നെ വരക്കുന്ന പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ബാലൻസ് ഷീറ്റ്. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതിൻ്റെ പേര് തന്നെയുണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറിയാണ്. ഒരു പർട്ടിക്കുലർ പീരീഡിനകത്തുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ്റെ സമ്മറിയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ക്യാഷ് ബുക്കിൽ നിന്നാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു വർഷത്തിൻ്റെ അവസാനത്ത് പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിനകത്ത് നിന്നാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവും? ഇതിനകത്ത് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓൾ ക്യാഷ് പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ സ്വഭാവമുള്ളതും റവന്യൂ സ്വഭാവമുള്ളതും, ക്യാപിറ്റൽ നാച്ചർ ഉള്ളതും റവന്യൂ സ്വഭാവമുള്ളതും ഉണ്ടാവും. ഇത് എന്താണ്? ക്യാപിറ്റൽ ഉള്ളതും വരും, റവന്യൂ ഉള്ളതും ഇതിനകത്ത് ഉൾപ്പെടും. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ നാച്ചറിനകത്തും റവന്യൂ നാച്ചറിനകത്തിലും ഇതിനകത്ത് ഉൾപ്പെടും. അതോടൊപ്പം തന്നെ വെദർ ദേ ആർ റിലേറ്റഡ് ടു ദ പ്രീവിയസ് ഇയറിനകത്തുള്ളത്, കറൻറ്റ് ഇയറിനകത്തുള്ളത്, സബ്സിക്വൻറ്റ് ഇയറിനകത്തുള്ളത്, ഇതൊക്കെ ഇതിനകത്ത് വരും. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് വരും. ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഇതൊന്നും ഇതിനകത്ത് വരില്ല. ഇതിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ദെൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് തുടങ്ങുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് ബിഗിനിങ്ങിനകത്തുള്ള ക്യാഷ് ഇൻ ഹാൻഡ് അതല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? ഡെബിറ്റ് ഭാഗത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനകത്ത് വരും. പിന്നീട് എല്ലാ ക്യാഷ് റെസീപ്റ്റ്സ് എല്ലാം അവിടെ വരും, ഡെബിറ്റ് ഭാഗത്ത് വരും. പിന്നെ എല്ലാ പേയ്മെൻറ്റും ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് ഭാഗത്ത് വരും. അതുപോലെ തന്നെ ക്യാഷിൻ്റെയൊക്കെയുള്ള ക്ലോസിംഗ് ബാലൻസും ക്രെഡിറ്റ് ഭാഗത്ത് അല്ലെങ്കിൽ
റൈറ്റ് ഹാൻഡ് സൈഡിനകത്ത് വരും. ഈ ഒരു അക്കൗണ്ടിനകത്ത് എന്തായിരിക്കും, എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഈ ഒരു അക്കൗണ്ടിനകത്ത് ഉണ്ടായിരിക്കും. അതൊക്കെ ഒരു റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചറാണ്. നമ്മൾ ഇനി അക്കൗണ്ട് വരക്കുമ്പം കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇത്രയും വെച്ചുകൊണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് ഒന്നാമത്തെ റിയൽ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ക്യാഷ് ബുക്കിൽ നിന്നാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, തുടങ്ങേണ്ടത്. ഓപ്പണിംഗ് ക്യാഷ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ദെൻ ഇറ്റ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ക്യാഷ് ബാങ്ക് ബാലൻസ്. അതെവിടെ വരും, ക്രെഡിറ്റ് ഭാഗത്ത് ക്ലോസിങ്ങിൻ്റെ ക്യാഷിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് അതിലാണ് അത് അവസാനിക്കുന്നത്. എല്ലാ റെസീവ്സും അതുപോലെ തന്നെ എല്ലാ പേയ്മെൻറ്റും ഇതിനകത്ത് വരും. എല്ലാം എന്ന് പറയാൻ കാരണം ഇവിടെ ക്യാപിറ്റലും വരും, റവന്യൂവും വരും. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകംസ്, നോൺ ക്യാഷ് ഐറ്റംസ്, ഡിപ്രീസിയേഷൻസ്, ബാഡ് ഡെപ്റ്റുകൾ, ഇതൊന്നും ഇതിനകത്ത് വരില്ല. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് വരില്ല. ദെൻ ദ റെസീവ്സ് ആൻഡ് റെസീവ്സ് ആർ എൻറ്റർഡ് ഓൺ ദ ഡെബിറ്റ് ഭാഗത്ത് റെസീറ്റ് റെക്കോർഡ് ചെയ്യപ്പെടും. ക്രെഡിറ്റ് ഭാഗത്താണ് എന്ത് വരുന്നത്, പേയ്മെൻറ്റ് വരുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഷോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ പീരീഡ്. ആ ഒരു കാലഘട്ടത്തിലുള്ള ലാഭം നഷ്ടം എന്നിവയും ഇതിനകത്ത് കാണിക്കില്ല, റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് കാണിക്കില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സാണ്, എന്താണ് റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. ഇനി വരും ഭാഗങ്ങളിൽ നമുക്കതിൻ്റെ ഡിഫറൻസും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതിൻ്റെ പ്രോബ്ലം ഏരിയ ഒക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.